വാർത്തകൾ വിശദമായി. വിജിലൻസിനെ സർക്കാരിന്റെ വിവരാവകാശ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കിയ സർക്കാർ നടപടിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. വിവരങ്ങളുമായി പി താജുദ്ദീൻ ചേരുന്നുണ്ട്. താജുദ്ദീൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടുന്ന വിജിലൻസ് കേസുകളുടെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ലെന്ന സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി മരവിപ്പിച്ചത്. ഈ ഉത്തരവ് നടപ്പാക്കുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സും മറ്റും സമർപ്പിച്ച ഹർജി ഫയൽ സ്വീകരിച്ചാണ് ജസ്റ്റിസുമാരായ PN രവീന്ദ്രൻ, സുനിൽ തോമസ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇടക്കാല സ്റ്റേ ഉത്തരവ് നൽകിയത്. ഒപ്പം തന്നെ കേസ് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ ഈ ഉത്തരവ് പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ കോടതി അറിയിക്കുകയായിരുന്നു. എന്നാൽ ഈ ഉത്തരവ് പിൻവലിക്കേണ്ടതില്ല, കോടതി തന്നെ ഇടപെടുകയാണ് എന്ന നിലയിൽ ഡിവിഷൻ ബെഞ്ച് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തു. ഹർജിക്കാർ കടുത്ത ആരോപണങ്ങൾ തന്നെ കോടതിയിൽ ഉന്നയിച്ചു. മുഖ്യമന്ത്രി ഈ ഉത്തരവ് പിൻവലിക്കുമെന്ന് പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയെങ്കിലും ടോപ്പ് സീക്രട്ട് എന്ന നിലയിൽ ഉന്നത മുഖ്യമന്ത്രിക്കും ഉന്നതരായ മന്ത്രിമാർക്കുമെതിരായ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വിടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടതെന്നും ഈ ഉത്തരവ് വിജിലൻസിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ വാദങ്ങൾ ഉന്നയിച്ചത്. ഒപ്പം തന്നെ അഴിമതിയും അതുപോലെ തന്നെ മനുഷ്യാവകാശ ദംശനവും അടങ്ങുന്ന കേസുകളുടെ വിശദാംശങ്ങൾ പുറത്ത് വിടാതിരിക്കാനാവില്ല എന്ന ചട്ടങ്ങളും ചൂണ്ടിക്കാട്ടി ഹർജിക്കാർ വാദം ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് സർക്കാരിന്റെ ഉത്തരവ് പൂർണ്ണമായും ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. പി താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് സൂര്യാഘാതം മൂലം 2 മരണം കൂടി. കോട്ടയത്തും കണ്ണൂരുമാണ് മരണം സംഭവിച്ചത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും PV ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, എന്തൊക്കെയാണ് വിവരങ്ങൾ? ജോഷ്ല, കേൾക്കാമെങ്കിൽ? സംസ്ഥാനത്ത് സൂര്യാഘാതം മൂലം 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കോട്ടയത്തും കണ്ണൂരുമാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടയം മുണ്ടാർ സ്വദേശിയാണ് ഒരാൾ മരിച്ചത്. TP പ്രശാന്ത് ഇപ്പോൾ കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, കോട്ടയത്ത് ഒരാൾ സൂര്യാഘാതം ഏറ്റ് മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രശാന്ത്, കോട്ടയത്ത് കടുത്തുരുത്തിക്കടുത്താണ് സൂര്യാഘാതമേറ്റ യുവാവ് മരിച്ചത്. കല്ലറ എഴുമാഞ്ചുരത്തിൽ മുണ്ടാറുകര 6-ാം നമ്പർ വീട്ടിൽ സാബുവാണ് മരിച്ചത്. മീൻപിടുത്തത്തിനിടെയാണ് സാബുവിന് സൂര്യാഘാതമേറ്റത്. മുഖത്തും കയ്യിലും കാലിലുമായി എല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള പൊള്ളലേറ്റിട്ടുണ്ട്. പാടത്ത് മീൻ പിടിക്കുകയായിരുന്ന സാബു പാടത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഉച്ചയ്ക്ക് ഒരു ഏകദേശം 1:30 കൂടിയാണ് സൂര്യാഘാതമേറ്റതെന്നാണ് അറിയാൻ സാധിച്ചത്. മാത്രമല്ല, സൂര്യാഘാതമേറ്റ തളർന്നു കിടന്ന സാബുവിന്റെ സഹോദരനാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത്. മുട്ടുചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഇപ്പോൾ മൃതദേഹം മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രശാന്ത്, ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ മുമ്പെങ്കും ഇല്ലാത്ത വിധത്തിലുള്ള കനത്ത ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊതു സ്ഥലത്ത് പണിയെടുക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ സൂര്യാഘാതം ഏറ്റത്. കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും തന്നെ വലിയ തരത്തിൽ തന്നെ ചൂടിന്റെ കാഠിന്യം ഏറി വരുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ തൊഴിലിടങ്ങളിൽ പോലും പല രീതിയിലുള്ള ചില നിയന്ത്രണങ്ങൾ ഉച്ചത് മുതൽ തൊഴിലെടുക്കുന്നതിൽ പല നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും പലയിടത്ത് തൊഴിലാളികൾ തൊഴിലെടുക്കുന്നതായി കാണാൻ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ എത്രത്തോളം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കുന്നതിനോ നിരീക്ഷ സംവിധാനം പോലും ഇല്ലാത്ത ഒരു സ്ഥിതി നീക്കുന്നുണ്ട്. ഇപ്പോഴും തൊഴിലാളികൾ കടുത്ത ചൂടുണ്ടാകുമ്പോൾ പോലും അവർ റോഡിലും മറ്റും റോഡരികിലെല്ലാം തന്നെ തൊഴിലെടുക്കുന്ന സ്ഥിതി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു തരത്തിൽ ചൂടിന്റെ കാഠിന്യം ഏറി വരുന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കോട്ടയം പോലുള്ള മേഖലയിൽ റബ്ബർ അധിഷ്ഠിതമായിട്ടുള്ള മേഖലയാണ്. ഇവിടെ റബ്ബർ മരങ്ങളെല്ലാം തന്നെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു വിഷയത്തിലേക്ക് തന്നെ പോയിരിക്കുന്നു. അത്രയധികം തന്നെ ചൂട് ഈ മേഖലയെല്ലാം തന്നെ വ്യാപകമാണ്. ഈ ഒരു ഇത്തരത്തിൽ ഒരു തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ഈ സൂര്യാഘാതം ഉണ്ടാകുമ്പോൾ വേണ്ടത്ര രീതിയിലുള്ള മുന്നറിയിപ്പുകൾ എത്രത്തോളം നടപ്പാക്കുന്നു എന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്കയും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് നിരീക്ഷിക്കുന്നുള്ള സംവിധാനം പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം പൊതുവെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TP പ്രശാന്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും PV ജോഷ്ല ചേരുന്നുണ്ട്. കണ്ണൂരും ഇത്തരത്തിൽ സൂര്യാഘാതമേറ്റ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ജോഷ്ല, എന്തൊക്കെയാണ് വിവരങ്ങൾ?
സ്വാമി, ആലക്കോട് തടിക്കടവിലെ മണാട്ടി സ്വദേശി വലിയ കരവോട്ട് ജോയിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് 65 വയസ്സാണ്. തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. രാവിലെ ജോലിക്ക് പോയ അദ്ദേഹത്തെ പിന്നീട് നാട്ടുകാരും വീട്ടുകാരും കാണുന്നത് 1 മണിയോടുകൂടി റോഡരികിൽ മരിച്ചു കിടക്കുന്നതായാണ്. ശരീരമാസകരം വെയില് ചൂട് കൊണ്ട് പൊള്ളിയ നിലയിലാണുള്ളത്. സൂര്യ താപത്തിലാണ് മരിച്ചത് എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാമി, ജോഷില, ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള മറ്റ് റിപ്പോർട്ടുകൾ ഏതെങ്കിലും തരത്തിൽ കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ സൂര്യാഘാതവുമായി ബന്ധപ്പെട്ട്? സ്വാമി, സൂര്യതാപമേറ്റ് പലരും ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഒരവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കണ്ണൂർ ജില്ലയിൽ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല, വലിയ തോതിൽ ചൂട് അനുഭവപ്പെടുന്നതിനാൽ തൊഴിലാളികളടക്കം രാവിലെ 12 മണിക്ക് ശേഷം 3 മണി വരെ അത്തരത്തിലുള്ള ഒരു തൊഴിൽ എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത്. അതിനുശേഷം 3 മണിക്ക് ശേഷം തൊഴിലെടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ആകെ സൂര്യതാപം, അതായത് ചൂട് ഒരു വലിയ രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. സ്വാമി, ജോഷിലാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശാസ്ത്ര നിരീക്ഷകൻ കൂടിയായ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, രാജ്യമാകെ ചുട്ടുപൊള്ളുകയാണ്. പല സംസ്ഥാനങ്ങളിലും കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത അത്ര വരൾച്ചയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സൂര്യാഘാത ഏറ്റുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് ഇത്തരത്തിൽ ചൂട് കൂടാനുള്ള വലിയൊരു കാരണം? എന്താണ് ഇതിനിപ്പോ നോർമലി നമ്മുടെ ചാക്രികമായി ഉണ്ടാകുന്ന ചൂട് കൂടുതലിന് കൂടെ തന്നെ മറ്റ് പല ഘടകങ്ങൾ കൂടി ഇത്തവണ നമ്മുടെ ചൂട് കൂടാൻ കാരണമായിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയാവുന്നത് നമ്മുടെ എൽനിനോ ഇപ്പൊ ചർച്ചയിലുണ്ടല്ലോ. അതിൽ തന്നെ എന്തുകൊണ്ട് എൽനിനോ ഇപ്രാവശ്യം തീവ്രത പ്രാപിച്ചു എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നോർമലി എൽനിനോ എന്ന് പറയുന്നത് ഭൂമധ്യ രേഖയിൽ സൂര്യന്റെ കിരണങ്ങൾ കൂടുതലായി പതിച്ച ഈ കാലഘട്ടത്തിൽ ചൂട് കൂടും. ആ ചൂട് കൂടുന്ന ജലം ഏതാണ്ട് 18 മാസത്തോളം അതേ രീതിയിൽ നിലനിന്ന് പിന്നീട് ധ്രുവപ്രദേശത്തേക്ക് തഴുകി വരുന്ന തണുത്ത ജലം വന്ന് ആ ഭൂമധ്യ രേഖയിലെത്തി ചൂടുള്ള ജലത്തെ താപനില കുറയ്ക്കുകയും അതുവഴി എല്ലിനോ അപ്രത്യക്ഷമായിട്ട് ലാലിന എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് കാറ്റിന്റെ പ്രവർത്തനത്തിൽ ഉപരിതല ജലം പസഫിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താപനില അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു ചാക്രികമായ ഒരു വ്യൂഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം അത് തകിടം മറിഞ്ഞു. എല്ലിനോ അതിതീവ്രമായി മാറി. അതിന് അടുത്തതായിട്ടുള്ള ഒരു കാരണം പറയാനായിട്ടുള്ളത് ചന്ദ്രന്റെ 18.6 വർഷം കൂടുമ്പോഴ ചാക്രികമായിട്ടുള്ള മാറ്റങ്ങളാണ്. നമുക്കറിയാം ചന്ദ്രൻ സമുദ്രത്തിലെ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഒക്കെ കാരണമാണ്. അതുപോലെ തന്നെ വാതക തന്മാത്രകളാൽ നിർമ്മിതമായ അന്തരീക്ഷത്തെയും ചന്ദ്രൻ ബാധിക്കുന്നുണ്ട്. നമ്മുടെ കടലിലുണ്ടാകുന്ന വേലിയേറ്റം പോലെ തന്നെ അന്തരീക്ഷത്തിലും അറ്റ്മോസ്ഫിയറിക് ടൈറ്റ്സ് അല്ലെങ്കിൽ എയർ ടൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നുണ്ട്. ഈ തരുണത്തിൽ അതായത് നമ്മുടെ സൂര്യൻ കടന്നു പോകുന്ന എക്ലിപ്റ്റിക് എന്ന് പറയുന്ന വഴിക്ക് അപ്പുറത്തും ഇപ്പുറത്തും 5 ഡിഗ്രിയോളം വ്യതിയാനപ്പെട്ടാണ് ചന്ദ്രൻ 18.6 വർഷം കൂടുമ്പോൾ മാറുന്നത്. അപ്പോൾ ആ ചാഞ്ചാട്ടത്തിനിടയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുകയും അത് കാലാവസ്ഥാ വ്യൂഹത്തെ ബാധിക്കുകയും ചെയ്യും. ഈ പ്രത്യേകിച്ച് നമ്മുടെ ധ്രുവപ്രദേശത്തെ ശൈത്യം കുറയാനും ആ ജലം ഭൂമധ്യരേഖയിലെത്തി ആ ഭൂമധ്യരേഖയിലെ ചൂടുള്ള ജലത്തിന്റെ ചൂട് കുറയ്ക്കാനും ഉണ്ടായ ആ കുറവിലെ കാരണമെന്ന് പറയുന്നത് ചന്ദ്രന്റെ ഈ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് മാത്രമല്ല മൂന്നാമതായിട്ടൊന്ന് പറയാനുള്ളത് ഈ തുടർച്ചയായിട്ട് താപനില കൂടി വരുന്ന ഒരു പ്രതിഭാസം കാണുന്നുണ്ട്. അതായത് സമുദ്രോപരിതല താപനില കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കിപ്പോ തന്നെ കേരളത്തിൽ തന്നെ നോക്കിയാൽ അറിയാം പണ്ടത്തെ പോലെ കടലും കരയും തമ്മിലുള്ള താപനില വ്യത്യാസം വളരെ കുറവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ കാറ്റ് ലാൻഡ്മാസിലേക്ക് അടിക്കുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കാറ്റ് വന്നെങ്കിൽ മാത്രമേ കരപ്രദേശത്ത് നിന്നുള്ള താപം നീങ്ങുകയുള്ളൂ. ഇത് കരപ്രദേശത്ത് താപം തുടർച്ചയായിട്ട് തങ്ങി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കാരണം പറയാനുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്കറിയാം സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള താപതരങ്ങളൊക്കെ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ കേരളത്തിൽ ഈ രീതിയിലുള്ള ചൂട് സാധാരണ റിപ്പോർട്ട് ചെയ്യാറില്ല. ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ ധാരാളം വർധനവ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ റോഡുകളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സാധാരണ മണ്ണിൽ കുറവുണ്ടായിട്ടുണ്ട്. പച്ചപ്പിൽ കുറവുണ്ടായി. നീർത്തടങ്ങൾ ഇല്ലാതായി. ഉള്ള ജലാശയങ്ങളൊക്കെ മലിനമായി. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഫക്റ്റ് ഈ ഒരു കേരളത്തിൽ തന്നെ ഒരു താപദ്വീപായി
മാറ്റിയിരിക്കുകയാണ്. അതായത് മറ്റ് പ്രദേശങ്ങളെക്കാൾ താപം ഉയർന്നു നിൽക്കുന്ന പ്രദേശം. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് വലിയൊരു തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ആഗോള താപനം അടക്കമുള്ള വിഷയങ്ങളാണ്. ഇതിൽ മനുഷ്യന്റെ ഇടപെടൽ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ചൂട് കൂടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പരിസ്ഥിതിയിലുണ്ടായ അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ തന്നെയാണോ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഭാസത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്? ആഗോളതാപനം തീർച്ചയായിട്ടും ആഗോളതാപനം മൂലം താപനില 0.74 ഡിഗ്രി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഈ ചൂട് കൂടുന്നതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്. ആഗോള താപനിലയിലെ വർദ്ധനവ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് അഗ്നിപർവ്വതങ്ങളുടെ കുറവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ കുറവ് മൂലം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങൾ ഇപ്പൊ കാരണം അഗ്നിപർവ്വതങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എയറോസോൾസ് ഉണ്ടാവുകയും എയറോസോൾസ് വഴി സൂര്യന്റെ താപം അന്തരീക്ഷത്തിൽ നിന്ന് കുറയുകയും ചെയ്യും. അങ്ങനെ ആഗോള താപനത്തിൽ കുറവുണ്ടാവും, ആഗോള ശീതനം ഉണ്ടാകും. നോർമലി അത് ചാക്രികം എന്നുള്ളതല്ല, ഇടയ്ക്കിടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ അതിൽ കുറവുണ്ടായിട്ടുണ്ട്. അധികം അഗ്നിപർവ്വതങ്ങൾ അങ്ങനെ ഈ കാലയളവിലൊന്നും ഉണ്ടായില്ല. 1880 ഉണ്ടായിട്ടുണ്ട്. ക്രാക്കത്തോവ എന്ന് പറയുന്ന ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടായി. അതുപോലുള്ള വലിയ സ്ഫോടനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ തുടർച്ചയായിട്ട് ഇപ്പോ ചൂട് കൂടി വരുന്ന ഒരു കാര്യമാണ്. 0.74 ഡിഗ്രീസ് ആണ് ടോട്ടലായിട്ടുള്ള ആഗോള താപനിലയിലെ വർധനവ് ഹരിതഗൃഹ പ്രഭാവം മൂലം. മനുഷ്യന്റെ കാരണങ്ങൾ മൂലം തീർച്ചയായിട്ടും കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും മറ്റു വാതകങ്ങളും ഒക്കെ ധാരാളം അന്തരീക്ഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. അത് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആഗോള താപനത്തിന് കാരണമായിട്ടുണ്ട്. ആഗോള താപനം ഇപ്പോഴത്തെ ചൂട് കൂടുതലുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ വലിയ ബന്ധമില്ല. മറ്റ് ജ്യോതിർഗോളങ്ങളുടെ കാര്യവും തുടർച്ചയായിട്ട് ചാക്രികമായിട്ടുണ്ടാകുന്ന ഒരു പ്രക്രിയയുടെ മാറ്റങ്ങളും ഒക്കെയാണ് ചൂട് കൂടാൻ കാരണം. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, 1000 വർഷം കൂടുമ്പോഴാണ് ഈ താപനില കുറഞ്ഞ ജലം, നമുക്കറിയാം താപനില കുറഞ്ഞ ജലം എപ്പോഴും സമുദ്രത്തിൽ താഴ്ന്നു പോകും. അതുപോലെ താപനില ഉയർന്ന ജലം പൊങ്ങി വരികയും ചെയ്യും. ഇത് ചാക്രികമായിട്ട് ഏതാണ്ട് 1000 വർഷം എടുത്തിട്ടാണ് വളരെ. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് ദയവായി തുടരുക. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അനീഷ് കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ, ഈ അവസരത്തിൽ ഇന്നിപ്പോൾ 2 മരണങ്ങൾ, അതായത് സൂര്യാഘാതമേറ്റ് 2 മരണങ്ങളാണ് ഇന്നിപ്പോൾ 2 ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചൂട് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് പണിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളമുള്ള മുൻകരുതലുകളാണ് വേണ്ടത്? ഇപ്പൊ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചൂട് കൂടി വരികയാണ് ചെയ്യുന്നത്. പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ ചൂട് കൂടുന്നു എന്ന് പറയുമ്പോൾ ഈ ചൂട് കൂടുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടുത്ത വർഷങ്ങൾ ഇനിയും കൂടി വരും. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി നമ്മുടെ ഒരു ശീലത്തിലേക്ക് ഒരു മാറ്റം വളരെ അത്യാവശ്യമാണ്. ഈ പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിലും ജലാംശം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഷോക്ക് അബ്സോർബർ പോലെ, ചൂടിനെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടാത്ത ഒരു ഷോക്ക് അബ്സോർബർ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ജലാംശം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പണിയെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കില്ല. പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ വർദ്ധിച്ച തോതിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ശ്വാസനത്തിലൂടെ നഷ്ടപ്പെടാം, പിന്നെ അതുപോലെ വിയർപ്പിലൂടെ നഷ്ടപ്പെടാം. സൂര്യന്റെ പ്രസൻസിലാണെന്നുണ്ടെങ്കിൽ റേഡിയേറ്റിംഗ് ഹീറ്റിലൂടെ വരുന്ന സമയത്ത് വളരെ വളരെ വേഗത്തിൽ അവരുടെ ജലാംശം നഷ്ടപ്പെട്ടു പോകും. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് അതിനനുസരിച്ച് പ്രതിപ്രവർത്തിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ ജലാംശം കുറയുകയും ചൂട് ക്രമാതീതമായിട്ട് ഉയരുകയും, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെന്റിഗ്രേഡ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഉയർന്ന 2-3 ഡിഗ്രിക്ക് മുകളിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ഉയരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെയാകും. ഒരു എൻസൈം ആക്ടിവിറ്റീസ് നടക്കില്ല. പ്രവർത്തിക്കാൻ കഴിയാതെ ആവുകയും പെട്ടെന്ന് മരണത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന മരണമടയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ. അപ്പൊ ഈ സമയത്ത് നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യം, ധാരാളം വെള്ളം കുടിക്കുക, ഇപ്പം വസ്ത്രങ്ങൾ അണിയുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ അണിയുക എന്നൊക്കെ പറഞ്ഞാൽ പോലും പണിയെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പൂർണ്ണമായിട്ട് ഇതെല്ലാം ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇത്രത്തോളം വെയിലിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഇത് പ്രാവർത്തികമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സിവിക് സെൻസ്, നമ്മൾ എല്ലാവരും പണിയെടുക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ അവർക്ക് വെള്ളം എത്തിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം നമ്മളിൽ തന്നെ പണിയെടുക്കുന്ന ആളിൽ തന്നെ ഒരു ധാരണ, ഒരു അവബോധം ഉണ്ടായി വരണം. കൂടെ വെള്ളം കുടിച്ചാൽ മാത്രമേ ഈ ചൂടത്ത് പണിയെടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യം. രണ്ടാമത് അവർക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു മാർഗം, പ്രത്യേകിച്ചും പൊതുസ്ഥലത്തൊക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു മാർഗം നമ്മളിലുള്ള പല ആളുകളും നമ്മൾ
പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഡോക്ടർ അനീഷ്, അത് തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ തന്നെയാണെങ്കിലും 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പൊതുയിടങ്ങളിൽ പണിയെടുക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ പൊതുയിടങ്ങളിൽ പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് ഒരു നിരീക്ഷണ സംവിധാനമോ അത്തരത്തിലൊന്നും സർക്കാർ തലത്തിലോ ഒന്നും ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതാവില്ലേ കുറച്ചുകൂടി നന്നാവുക? തീർച്ചയായിട്ടും അത് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് പണി എടുക്കുന്ന ആളുകൾ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പണി എടുക്കരുത് എന്ന് സർക്കാർ പറയുമ്പോൾ ആ രീതിയിൽ പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ പണി എടുപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതിന്റെ ഒരു എൻഫോഴ്സ്മെന്റ് ഭാഗം കൂടെ കർശനമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും പക്ഷെ ഒരു ധാരണയും വേണം. പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഈ സമയത്ത് എന്നുള്ള ഒരു ധാരണ നമ്മളുടെ ബാക്കിയുള്ള ആളുകൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പണിസ്ഥലത്ത് വീണ് നടക്കുന്ന ഒരാളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ധാരണയും കൂടെ നമുക്ക് വേണമല്ലോ. ആ രീതിയിലുള്ള ഒരു മൊത്തത്തിൽ എല്ലാവരും കൂടി. വളരെയധികം നന്ദി ഡോക്ടർ അനീഷ് TS അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കണ്ണൂരും കോഴിക്കോടുമായി സൂര്യാഘാതമേറ്റ് 2 പേർ മരിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ജോഷ്ലിയും TP പ്രശാന്ത് നൽകിയത്. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്. കരിപ്പൂർ വിമാനത്താവളത്തിലെ ഫയർ സീനിയർ സൂപ്രണ്ട് നജീബും കുടുംബവും പഴവെള്ളരി കൃഷിയിൽ പരീക്ഷണത്തിലാണ്. വിളവെടുപ്പിൽ ലഭിക്കുന്ന തുക മുഴുവൻ കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുകയാണ് ഈ കുടുംബം. എയർപോർട്ടിന് സമീപം 1.5 ഏക്കർ വയൽ പാട്ടത്തിനടുത്താണ് നജീബിന്റെ കൃഷി. പൂർണ്ണമായും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. മലബാറിൽ അത്ര പരിചിതമല്ലാത്ത പഴവെള്ളരിയിലാണ് പരീക്ഷണം. ആദ്യ വിളവെടുപ്പിൽ 2 ടൺ വെള്ളരി കിട്ടി. കിലോക്ക് 40 മുതൽ 50 രൂപ വരെ വിലയും കിട്ടി. ഈ തുക കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകി. ജൈവ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കൂലി ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഷിഫ്റ്റ് ഇല്ലാത്ത സമയത്ത് വന്നിട്ട് രാവിലെയും വൈകിട്ട് വന്നിട്ട് നനയ്ക്കലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യലും, കുട്ടികളായിട്ട് വന്ന് അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. കേഷ് ഞാൻ കൊണ്ടോട്ടി പാലിയേറ്റീവ് കെയറിന് കൊടുക്കാനുള്ള തീരുമാനമാണ്. മുഴുവൻ തുകയും, അല്ലാതെ ലാഭം മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും പാലിയേറ്റീവ് കെയറിന് കൊണ്ടോട്ടിയിലെ ബ്രാഞ്ചിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജോലി തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്ന കാലത്ത് പഴവെള്ളരിയും മുല്ലയും കൃഷി ചെയ്ത് വിജയിച്ച അനുഭവവും നജീബിനുണ്ട്. കൃഷിയിൽ സഹായിക്കാൻ സ്വന്തം മക്കളും ഭാര്യയും കൂടെയുണ്ടാവും. പഴച്ചാറായി ഉപയോഗിക്കുന്ന ഈ വെള്ളരി വലിയ പോഷക ഗുണമുള്ളതാണെന്നും നജീബ് പറയുന്നു. ജൈവകൃഷിയിലും ജീവകാരുണ്യത്തിലും സ്വയം പര്യാപ്തതയിലുമെല്ലാം വിമാനത്താവളത്തിലെ ഈ ഉദ്യോഗസ്ഥൻ നമുക്ക് മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.